ഏകദേശം 2020 മുതൽ എൻ്റെ ഒപ്പം കൂടിയതാണ് ഈ പനിക്കൂർക്ക. പോസ്റ്റ് കോവിഡ് സിംറ്റംസ് എല്ലാം ക്യൂർ ചെയ്യാൻ പനിക്കൂർക്ക നല്ലതാണെന്നൊക്കെ ഫേസ്ബുക്കിലും അല്ലാതെ നാട്ടിൽ വിളിക്കുമ്പോഴും ഒക്കെ ആൾക്കാർ പറഞ്ഞതിനനുസരിച്ചാണ് എവിടുന്ന് പനിക്കൂർക്ക ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുമായിരുന്നു. അങ്ങനെ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിലൊക്കെ നോക്കി. പക്ഷേ അന്ന് ഇങ്ങനെ പോയി മേടിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തത് കാരണം ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീടിന് ഏകദേശം അടുത്തായിട്ട് ഒരു ചേട്ടൻ്റെ വീട്ടിൽ വെള്ളത്തിലിട്ട് ഇങ്ങനെ തൈയാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കണ്ടത്. ഒരു തൈ തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ആദ്യം അതിൻ്റെ വേരൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്നിട്ട് തരാമെന്ന് പറഞ്ഞു. പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് തിരക്കായി ഇതങ്ങ് മറന്നുപോയി. പിന്നെ വീണ്ടും ഒരു ദിവസം നടക്കാൻ പോയപ്പോഴത്തേനും ആ വീട്ടിൽ ചെന്ന് വീണ്ടും ചോദിച്ചപ്പോഴത്തേനും ആ ചേട്ടൻ 2 തൈ തന്നു. അതിലൊന്ന് അപ്പം തന്നെ ആർക്കോ ഞാൻ കൊടുത്തു. പിന്നെ ഒന്ന് ഇവളെ എൻ്റെ കൂടെ ഇപ്പം ആയിട്ട് 5 വർഷത്തോളമായി. ഇതിൽ നിന്ന് ഒരു 7-8 പേർക്കെങ്കിലും എൻ്റെ ഓർമ്മയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളർത്തിയാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം തണ്ട് കൊടുത്തിട്ട് പലരുടെയും വളർന്നിട്ടില്ല. പനിക്കൂർക്കയായിട്ടുള്ള ബന്ധം തുടങ്ങിയത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ. ഞാനിവിടെ സ്റ്റുഡൻറ്റ് ലൈഫിലുണ്ടായിരുന്ന സമയത്തും ഞാൻ പനിക്കൂർക്ക ഇങ്ങനെ വെള്ളത്തിലിട്ട് റൂമിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നും നന്നായിട്ട് വളരും കേട്ടോ. വെള്ളത്തിലും ഇത് നന്നായിട്ട് വളരുന്ന ഒരു സംഭവമാണ്. ചെടി വളർത്താൻ ഇഷ്ടമുണ്ട്, എന്നാൽ ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷനായിട്ട് നമുക്ക് വളർത്താവുന്ന ഒരു ചെടിയാണ് പനിക്കൂർക്ക. ലോ മെയിൻ്റനൻസും കൂടിയാണ് കേട്ടോ. ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി, കാട് പോലെ അങ്ങ് വളർന്നോളും. പിന്നെ ഇതിൻ്റെ മണത്തെപ്പറ്റി പറയണ്ടല്ലോ. നല്ല ഇന്ത്യൻ മിൻ്റെന്ന് ഇത് അറിയപ്പെടണമെങ്കിൽ അത്രയും നല്ല മണം ഉണ്ടായിട്ടല്ലേ. പിന്നെ മൂക്കടിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇല എടുത്തിട്ട് ഒന്ന് തിരുമിയിട്ട് അത് മണപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടാറുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഓവനിൽ ഒരു 10 സെക്കൻഡ് ഇത് വെച്ചിട്ട് തേനുമായിട്ട് അതിൻ്റെ നീരും തേനുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഇല വെച്ച് പക്കോട ഉണ്ടാക്കുന്ന ആൾക്കാരുമുണ്ട്. ജസ്റ്റ് കടലമാവിൽ മുക്കിയിട്ട് അത് എണ്ണയിലിട്ട് എടുക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇത് ഞാൻ മാറ്റി നട്ട സുന്ദരികളിൽ ഒരാൾ.